വോട്ടർ പട്ടിക കൃത്രിമം നടത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള CPM ഉദ്യോഗസ്ഥ ഗൂഢാലോചനയ്ക്കെതിരെ UDF ആർളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആർളം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഒക്ടോബർ 25-ന് പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ അതീവ ഗുരുതരമായ ക്രമക്കേടുകളും നിയമലംഘനങ്ങളും നടത്തിയിട്ടുള്ളതായും UDF ആരോപിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗം അൻസാരി തില്ലങ്കേരി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തോമസ് തയ്യിൽ അധ്യക്ഷനായി. K. വേലായുധൻ, VT തോമസ്, ജെയ്സൺ കാരക്കാട്ട്, മാമു ഹാജി, KV ബഷീർ, സാജി തോമസ്, ജോഷി പാലമറ്റം, ജിമ്മി അന്തിനാട്ട്, രജിത മാവില, ലില്ലി മുരിയങ്കരി, അമൽ മാത്യു, KM പീറ്റർ, KN സോമൻ, ശോഭ, റസാഖ്, സഹീർ മാസ്റ്റർ, ജെയ്സൺ വെമ്പേനി, അരവിന്ദൻ, ജോസഫ്, മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. വളരെ പ്രധാനപ്പെട്ട ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ പഞ്ചായത്ത് ഓഫീസിലേക്ക് അതിലേറെ പ്രതികൂലമായ ഒരു കാലാവസ്ഥയിൽ ഇത്രയധികം ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇത് കേവലമായിട്ടുള്ള ആർളം പഞ്ചായത്തിൽ മാത്രമല്ല, ഞങ്ങളുടെ വേലായുധത്തിനറിയാം, ഞങ്ങളുടെ തിലങ്കേരി പഞ്ചായത്തിൽ 3-ാം വാർഡെന്ന് പറയുന്നത് കോൺഗ്രസും BJPയും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു വാർഡാണ്. ആ BJPയെ സഹായിക്കുന്നതിന് വേണ്ടി CPM കൊടുത്ത കോൺഗ്രസ് വോട്ടർമാരെ 90-ലധികം വോട്ടർമാരെ ഒരു പേരുമില്ലാത്ത ഒരുത്തന്റെ പേരിൽ അവിടുന്ന് വോട്ട് തള്ളാൻ കൊടുക്കുകയും അത് മുഴുവൻ തള്ളുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തിയത്. ഇരട്ടി പ്രദേശക്കാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട. ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് ചൂല് മുതൽ ചിരവ വരെ ഒരുക്കി. ഇരട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം വഴിമാറി ഇരട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് പട്ടണം. ഈ സിറ്റി ഏറ്റവും വിലക്കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി. ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ്. ഈ സിറ്റി മൈസൂർ റോഡ്, കല്ലുമുട്ടിയിൽ, ഇരട്ടി. വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്.